Dear students, let us start our maths class. Today we are going to discuss the area of rhombus. Okay. We can draw a square of specified sides, also a square of specified diagonals. നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽസിൽ സ്ക്വയർ, റോംബസ്, പാരലോഗ്രാം, ട്രപ്പീസിയംസ് ഇതൊക്കെ എന്താണ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ അതേപോലെ ഇപ്പോൾ സൈഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയർ വരയ്ക്കാൻ പറ്റും, ഡയഗണൽസ് കിട്ടിക്കഴിഞ്ഞാലും സ്ക്വയർ വരയ്ക്കാം. Then draw a square of diagonal 6 centimeters. Then നിങ്ങളോട് പറയുകയാണ് ഒരു ഡയഗണൽ 6 centimeter ഉള്ള സ്ക്വയർ വരയ്ക്കാൻ. What is its area? എന്താണ് അതിൻ്റെ ഏരിയ വരുന്നത്? അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ സ്ക്വയറിൻ്റെ ഏരിയ കാണാൻ പഠിച്ചിട്ടുണ്ട്. ഇഫ് യു ഹാവ് ഗിവൺ ദ ലെങ്ത് ഓഫ് എ സൈഡ് അല്ലേ, സൈഡ് ലെങ്ത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? യെസ്, സൈഡ് ഇൻറ്റു സൈഡ് അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ദ സൈഡ് ആണ് എന്ത് വരിക? Area of square. Okay, we know that the area of a square is the square of its side, but here we have given the length of a diagonal. Diagonal is 6 centimeters. അപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണലിന് എന്തൊക്കെ പ്രത്യേകതയാണ്? Diagonals are equal, then diagonals are perpendicular bisectors of each other. സ്ക്വയറിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണ്, അതേപോലെ തന്നെ എന്തുമാണ്? പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ് 6 centimeter ആണ് ഡയഗണലിൻ്റെ ലെങ്ത്ത്. ഇത് നമ്മൾ വരച്ചതാണ്. എങ്ങനെയാണ് വരച്ചിരുന്നത് ഓർമ്മ ഉണ്ടോ? ഓക്കെ, ഫസ്റ്റ് ഡ്രോ 1 perpendicular ലൈൻ അല്ലേ, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരുന്നത്? ഈ 6 centimeter ലൈനിൻ്റെ മിഡിലൂടെയാണ് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരിക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഡയഗണൽ കിട്ടും. അപ്പോൾ ഈ 6 centimeter എന്താണ്? ഡിവൈഡഡ് ഇൻ ടു 2 equal പാർട്സ്, ദാറ്റ് ഈസ് 3 centimeters ആൻഡ് 3 centimeters. അതേപോലെ ഇതും എന്താവും? 3 centimeter 3 centimeter. അപ്പോൾ സ്ക്വയറിൻ്റെ ഡയഗണൽസ് ഈക്വൽ ആണ്, അതേപോലെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഈ ആംഗിൾസുകളൊക്കെ എന്താണ് വരിക? 90 ഡിഗ്രി അല്ലേ. ഇവിടെയുള്ള ആംഗിൾസുകളൊക്കെ 90 ഡിഗ്രി ആവും. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്താൽ ഇപ്പോൾ ഡയഗണൽസ് 6 centimeters ഉള്ള സ്ക്വയർ ആണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ഇപ്പോൾ സൈഡ് ആണെങ്കിൽ നമുക്കറിയാം ആ സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും? സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. പക്ഷേ ഇവിടെ എന്താണ്? ഡയഗണൽസ് ആണ് തന്നത്. അപ്പോൾ നോക്കുക, നിങ്ങൾ ഈ ഫിഗറിൽ നമ്മളിവിടെ 2 ഡയഗണൽസ് വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 4 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ 7th പഠിച്ചിട്ടുണ്ട് റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ എന്താ? ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാണ്? ഇതിൽ 3 and 3 അല്ലേ. എല്ലാത്തിലും 4 റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്തെന്നെയാണ്? 3 centimeters ആൻഡ് 3 centimeters. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഏരിയ, ഈ സ്ക്വയറിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദീസ് 4 റൈറ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏരിയ ഓഫ് 1 റൈറ്റ് ട്രയാങ്കിൾ ഈസ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ഇതിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ, അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താ വരിക? ഹാഫ് ഇൻറ്റു 3 into 3 അല്ലേ. ഹാഫ് ഇൻറ്റു 3 into 3, ദാറ്റ് ഈസ് 3 into 3 9/2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഇൻറ്റു 3 into 3, അതായത് 9/2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ട്? 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ദി സ്ക്വയർ, ഏരിയ ഓഫ് ദ സ്ക്വയർ, ഈ ടോട്ടൽ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 4 into ഇവിടെ എന്താ വരിക? ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? 9/2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണെങ്കിൽ ഇതിലെ 4 എണ്ണത്തിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? 4 times 9/2.
ഓക്കെ, അപ്പോൾ 4 into 9 36/2. 36/2 18 square centimeters. Okay, അപ്പോൾ 4 into 9/2 that is 36/2. So 18 square centimeters. The next, what is the area of a square of diagonal 5 centimeters? ഇപ്പോൾ നമ്മൾ ഡയഗണൽ 6 സെൻറ്റിമീറ്റർ ഉള്ളതാണ് ചെയ്തത്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഏരിയ ഓഫ് എ സ്ക്വയർ ഓഫ് ഡയഗണൽ 5 സെൻറ്റിമീറ്റേഴ്സ്. ഡയഗണലിൻ്റെ ലെങ്ത് 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്താ വരിക? അപ്പോൾ 6ന് പകരം എന്തെടുക്കാം? 5. ഇപ്പോൾ ഫിഗറിൽ എന്താ മാറ്റം വരിക? യെസ്, ഇവിടെ ടോട്ടൽ 5 ആവുമ്പോൾ നമ്മൾ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് അല്ലേ? അപ്പോൾ എന്തായിട്ട് മാറും? 2.5. ഹിയർ ആൾസോ 2.5. ദെൻ ഇവിടെയും 2.5 ആവും, ഇതും 2.5 ആവും. അപ്പം 4 ലെങ്ത്തുകളും എന്താണ്? 2.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. ഇനി എങ്ങനെ ഇതിൻ്റെ ഏരിയ വരിക? Area of one right triangle is എന്താ വരിക? half into 2.5 into 2.5. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഹാഫ് ഇൻറ്റു 2.5 എന്ന് പറയുന്നത് 5/2 ഇൻറ്റു ഹിയർ ആൾസോ 5/2. So half into 5 into 5 25/2 into 2 4. ഓക്കെ, ഇനി നമുക്ക് കംപ്ലീറ്റ് സ്ക്വയറിൻ്റെ ഏരിയ എന്താ വരിക? ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് ഡയഗണൽ 5 സെൻറ്റിമീറ്റേഴ്സ്. ഏരിയ ഓഫ് ദ സ്ക്വയർ വിത്ത് ഡയഗണൽ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഡയഗണൽസ് ഈക്വൽ ആയതുകൊണ്ട് രണ്ട് ഡയഗണലും ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് 4 times. ദെൻ ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഏരിയ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഹാഫ് ഇൻറ്റു 25/4. അപ്പോൾ സ്ക്വയറിൻ്റെ മൊത്തം പറയുമ്പോൾ 4 times ഹാഫ് ഇൻറ്റു 25/4. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ 4ഉം നമുക്ക് ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താ കിട്ടുക? 25/2. 25/2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ മാറ്റി എഴുതും? നമുക്ക് 25/2. 2ൽ 1 2. അപ്പോൾ 1 into 2 2. ദ നെക്സ്റ്റ് 5 ആണ്. 5ൽ 2 times. 2 into 2 4. Then 1. That is 25/2 can be written as 12 then 1/2 square centimeters. Okay, 12 1/2 square centimeters. അപ്പോൾ 6 ആയപ്പോൾ നമുക്ക് 18 കിട്ടിയിരുന്നു അല്ലേ? 6 സെൻറ്റിമീറ്റേഴ്സ് ഡയഗണൽ ആയപ്പോൾ 18 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ് കിട്ടിയത്. ഇവിടെ ആണെങ്കിലോ 12 1/2 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ആൾജിബ്ര ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ടേക്ക് ദ ലെങ്ത് ഓഫ് ഡയഗണൽ ലെങ്ത് എന്തായിട്ട് എടുക്കുകയാണ്? ഡി. ടേക്കിംഗ് ദ ലെങ്ത്സ് ഓഫ് ഡയഗണൽസ് ആസ് ഡി. അതായത് ഒരു ഡയഗണൽ ഡി ആണെങ്കിൽ നെക്സ്റ്റ് ഡയഗണലും എന്ത് തന്നെയാണ്? ഡി. ദ ലെങ്ത്സ് ഓഫ് ദി പെർപെൻഡിക്കുലർ സൈഡ്സ് ഓഫ് ഓൾ 4 ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾസ് ഈസ് ഹാഫ് ഡി. അപ്പോൾ എങ്ങനെയാണ് ഹാഫ് ഡി വരുന്നത്? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ, ജസ്റ്റ് ഒരു സ്ക്വയർ വരച്ചാൽ ഇപ്പോൾ ഡയഗണൽസിൻ്റെ ലെങ്ത് ഡി ആണെങ്കിൽ ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്തായിട്ട് മാറും? d/2. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ 4 റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. അതിൽ ഓരോ റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സുകൾ d/2 d/2 അല്ലേ? ഡയഗണൽസ് ഈക്വൽ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ
area of the square equals എത്ര ട്രയാങ്കിൾ ആണ് 1 2 3 4 4 റൈറ്റ് ട്രയാങ്കിൾസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ 4 ടൈംസ് ഇനി ഏരിയ ഓഫ് 1 റൈറ്റ് ട്രയാങ്കിൾ, അതിൽ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അതിൻ്റെ 4 ടൈംസ് എടുക്കുക. അപ്പോൾ എന്താ പറയുക, ഹാഫ് ഇൻറ്റു ദെൻ d/2 ഇൻറ്റു d/2 ദാറ്റ് ഈസ് 4 ഇൻറ്റു ദെൻ ഹാഫ് ഇൻറ്റു d ഇൻറ്റു d സ്ക്വയർ. റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചതല്ലേ, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ d ഇൻറ്റു d എന്ന് പറയുമ്പോൾ d സ്ക്വയർ ബൈ 2 ഇൻറ്റു 2 4. സോ ഈ 4ഉം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക ബാക്കി, ഹാഫ് d സ്ക്വയർ ഓർ d സ്ക്വയർ ബൈ 2. അപ്പോൾ ഡയഗണലിൻ്റെ ലെങ്ത് d ആണെങ്കിൽ, രണ്ട് ഡയഗണൽസിൻ്റെ ലെങ്ത് d ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ ലെങ്ത് ഓഫ് എ ഡയഗണൽ ആസ് d എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഡയഗണൽ എന്ത് തന്നെയാണ്, d തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടിയത്, ഹാഫ് d സ്ക്വയർ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസ് ഹാഫ് ദി സ്ക്വയർ ഓഫ് ദ ഡയഗണൽ. ഓക്കെ, ഇപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അതായത് സ്ക്വയറിൻ്റെ സൈഡ് ആണെങ്കിൽ എന്താ, നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടെത്താം. സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി അല്ലേ. ഡയഗണൽ ആണെങ്കിലോ ഹാഫ് ദി സ്ക്വയർ ഓഫ് ദി ഡയഗണൽ. അപ്പം നേരിട്ട് ഡയഗണലിൻ്റെ സ്ക്വയർ അല്ല, ഡയഗണലിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിൻ്റെ ഹാഫ് എടുത്താലാണ് എന്ത് വരിക, ഏരിയ ഓഫ് ദ സ്ക്വയർ. സൈഡ് ആണെങ്കിൽ സൈഡിൻ്റെ സ്ക്വയർ ആണ് ഏരിയ, ഡയഗണൽ ആണെങ്കിൽ ഡയഗണലിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, ഹാഫ് കാണുക. Okay, the area of a square is half the square of the diagonal. Just for example, area of a square of diagonal 8 centimeter. Area of square of diagonal 8 centimeter equals, നമുക്ക് കണ്ടെത്താം ഡയറക്റ്റ് ആയിട്ട്, ഹാഫ് ഇൻറ്റു ദെൻ ഡയഗണൽ 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതെന്താവും, 8 സ്ക്വയർ. ഓക്കെ, സോ ഹാഫ് ഇൻറ്റു 8 സ്ക്വയർ 64. സോ ക്യാൻസൽ ചെയ്താൽ 64ൻ്റെ ഹാഫ് 32 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഡയഗണൽ കിട്ടിക്കഴിഞ്ഞാൽ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് d സ്ക്വയർ ഓർ ഹാഫ് ദി സ്ക്വയർ ഓഫ് ദി ഡയഗണൽ. നെക്സ്റ്റ്, ദ ഡയഗണൽസ് ഓഫ് എ നോൺ സ്ക്വയർ റോംബസ് ഓൾസോ സ്പ്ലിറ്റ്സ് ഇറ്റ് ഇൻറ്റു 4 റൈറ്റ് ട്രയാങ്കിൾസ്. ഇപ്പോൾ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് 4 ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടും അല്ലേ. ഇവിടെ റോംബസ് ആണെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾസ് ആവില്ല, പക്ഷെ എന്ത് കിട്ടും, 4 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടും. So we can compute the area of any rhombus also like this. അപ്പോൾ സ്ക്വയർ കണ്ട പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റോംബസിൻ്റെ ഏരിയയും കണ്ടെത്താൻ പറ്റും. ഓക്കെ, ലിസൺ, look at the rhombus with diagonals 6 centimeters and 4 centimeters. അപ്പോൾ ഡയഗണൽസ് 6ഉം 4ഉം തന്നിട്ടുള്ള റോംബസ്. Length of the diagonals are 6 centimeters and 4 centimeters. As in the case of square, here also the diagonals are perpendicular bisectors of each other. പക്ഷേ ഡയഗണൽസ് എന്തല്ല, ഈക്വൽ അല്ല. സ്ക്വയർ ആണെങ്കിൽ ഡയഗണൽസ് ഈക്വൽ ആണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. റോംബസ് ആകുമ്പോഴോ ഈക്വൽ അല്ല, പക്ഷെ എന്താണ്, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടും. സ്ക്വയറിൻ്റെ കേസിലാണെങ്കിൽ അതെന്തായിരുന്നു, ഐസോസിലസ്, അതായത് പെർപെൻഡിക്കുലർ സൈഡ്സ് അവിടെ ഈക്വൽ ആയിട്ടാണ് വരിക. ഇവിടെ റോംബസിൽ അങ്ങനെ അല്ല. ഇവിടെ എന്താ വരിക, 6 centimeters ആണ് ഡയഗണൽസ് ഒരെണ്ണം. അപ്പോൾ 3 ദ നെക്സ്റ്റ് ദ സെക്കൻഡ് ഡയഗണൽ ഈസ് 4 centimeter. അപ്പോൾ ഇതെന്തായിട്ട് മാറും, 2 centimeter ആൻഡ് 2 centimeter. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് 4 റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടെത്താം. ഓക്കെ, ഏരിയ ഓഫ് 1 റൈറ്റ് ട്രയാങ്കിൾ
area of one right triangle is, tell me, half into 3 into 2. Half into 3 into 2. That is 3 into 2, 6. 6 by 2. We got 3 square centimeters. Okay. അപ്പോൾ ഇതിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് 3 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ. അങ്ങനത്തെ ഇവിടെ എത്ര ഉണ്ട്? 4 റൈറ്റ് ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം, therefore area of the rhombus, area of the rhombus is 4 times എന്താണ് 3. 4 into 3, 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ. ഇപ്പോൾ ഡയഗണൽസ് 6ഉം 4ഉം ആയിട്ട് വരുന്ന റോംബസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ. The next, in general, the area of a rhombus with diagonals D1 and D2. ഇപ്പോൾ ഡയഗണൽസ് D1ഉം D2ഉം വരുന്ന കേസിൽ എന്താണ് റോംബസിൻ്റെ ഏരിയ? അപ്പോൾ ഇനി നമ്മളിത് എക്സാമ്പിൾ എടുത്ത് ചെയ്യുന്നില്ല, ഇനി നേരെ എൻ്റെ ആൾജിബ്രയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഡയഗണൽസ് ഇവിടെ സ്ക്വയറിൻ്റെ കേസിൽ നമ്മൾ ഡി എന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്താ? സ്ക്വയറിൻ്റെ ഡയഗണൽസ് രണ്ടും സെയിം ആണ് അല്ലേ? റോംബസ് ആകുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? D1 D2. ഒരു ഡയഗണൽ D1ഉം സെക്കൻഡ് ഡയഗണൽ D2 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തെടുക്കാം? D1/2. അതേപോലെ ഇവിടെയും D1/2. സെക്കൻഡ് ഡയഗണൽ D2/2. ഹിയർ ആൾസോ D2/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് റോംബസിൻ്റെ ഏരിയ ഓഫ് ദി റോംബസ് ഈസ്, how can you find out? 4 times then half into ഇവിടെ ഏരിയ ഓഫ് വൺ റൈറ്റ് ട്രയാങ്കിൾ. ഇത് ഐസോസിലസ് അല്ല, രണ്ട് സൈഡും ഡിഫറെൻ്റ് ആണ്. സ്ക്വയർ ആയപ്പോൾ ഐസോസിലസ് ആയിരുന്നു. പക്ഷെ എന്നാലും എന്താണ്? ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് എന്ത് വരുന്നത്? ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ ഹാഫ് ഇൻറ്റു D1/D2 ഇൻറ്റു D1/2 ഇൻറ്റു D2/2. അപ്പോൾ 4 ടൈംസ് ഹാഫ് ഇൻറ്റു then D1/2 into D2/2. This is D1 D2/4. Okay. അപ്പോൾ ഈ 4ഉം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു D1 D2. ഓക്കെ. ഓർ ഹാഫ് D1 D2. അപ്പോൾ ഏരിയ ഓഫ് ദ റോംബസ് ഈസ് ഹാഫ് D1 D2. അതായത് എന്ത് പറയാം? ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഡയഗണൽസ് രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ റോംബസിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽസ് കണ്ടാൽ മതി. അപ്പോൾ D1 D2 ഡയഗണൽസ് ആണെങ്കിൽ ആ റോംബസിൻ്റെ ഏരിയ ഹാഫ് D1 D2. സ്ക്വയർ ആണെങ്കിലോ, സ്ക്വയറിന് ഒരു ഡയഗണലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, കാരണം രണ്ട് ഡയഗണലും സെയിം ആണ്. അപ്പോൾ ഹാഫ് D1 D2 റോംബസ് ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ ഡയഗണൽ തന്നിട്ടുണ്ടെങ്കിൽ ഹാഫ് D². അപ്പോൾ രണ്ടും സെയിം ആയപ്പോൾ ഇവിടെ D² ആയി. ഡിഫറെൻ്റ് ആകുമ്പോൾ റോംബസിൽ ഹാഫ് D1 D2. ഓക്കെ. ദെൻ എക്സാമ്പിൾ, ഏരിയ ഓഫ് ദ റോംബസ് with diagonals 4 centimeters and 8 centimeters. Area of the rhombus with diagonals 4 centimeters and 8 centimeters. എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ഹാഫ് ഇൻറ്റു D1 D2. അപ്പോൾ ഡയഗണൽസിൻ്റെ പ്രോഡക്റ്റ്. സോ 4 ഇൻറ്റു 8. 4 into 8, 32. 32/2. So 16 square centimeters. അപ്പോൾ ഡയഗണൽസ് കിട്ടിക്കഴിഞ്ഞാൽ റോംബസിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ചെയ്യാം. സ്ക്വയർ ആണെങ്കിലോ ഹാഫ് D². ഓക്കെ. ഹാഫ് ദി സ്ക്വയർ ഓഫ് ദ ഡയഗണൽ. ഇവിടെ ആണെങ്കിൽ ഹാഫ് ദി പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽസ്. ഓക്കെ.
The area of a rhombus is half the product of the diagonals. Okay, today we discussed the area of a square and rhombus. Square and area എന്തായിരുന്നു? Half the square of the diagonal. Rhombus ആണെങ്കിൽ half the product of the diagonals. Okay, very important. പഠിച്ചു വെക്കുക. Okay, today's class is over. Thank you.